പ്രിയപ്പെട്ടവരെ, എനിക്ക് ശരിക്കും ഇത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ആ സംഭവം ഇപ്പോഴും ഓർക്കുമ്പോഴും കണ്ണീന്ന് വെള്ളം വരിക. കാരണം ആ ചേച്ചി പറയുക, അച്ഛനാവും പഠിക്കുന്ന ഒരു സെമിനാരി കുട്ടി വരാന്ന് ഒരു വിഷൻ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, അത് ഇതുവരെ വന്നില്ല. അതാരാ? പ്രിയപ്പെട്ടവരെ, ചങ്ക് മുറിച്ച് കളയുന്ന ഒരു രംഗം, ചങ്കിൻ്റെ ഉള്ളിൽ കത്തി കയറ്റുന്ന ഒരു രംഗം. കാരണം ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചത് സുവിശേഷ ഭാഗ്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. സുവിശേഷ ഭാഗ്യങ്ങളുടെ പ്രത്യേകത, ഇന്നത്തെ ഈ വചനത്തിൻ്റെ പ്രത്യേകത, അത് സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നറിയപ്പെടുന്ന ഭാഗമാണ്. ദൈവം തൻ്റെ കൃപകൾ സമൃദ്ധമായി ചൊരിയുന്ന ഒരു വചനഭാഗം. ഓരോ ഭാഗങ്ങൾ എടുത്തെടുത്ത് ദൈവം പറയുകയാണ്. ഹൃദയശുദ്ധിയുള്ള ഒരു ഭാഗ്യവാന്മാർ, കരുണയുള്ള ഒരു ഭാഗ്യവാന്മാർ, മറ്റുള്ളവരോട് എളിമയോടെ വർത്തിക്കുന്ന ഒരു ഭാഗ്യവാന്മാർ. അങ്ങനെ ഓരോ ഭാഗ്യങ്ങളെക്കുറിച്ച്, സുവിശേഷത്തിൻ്റെ ഭാഗ്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്ന ഒരു വചനം. അതുകൊണ്ട് തന്നെയാണ് ഈ വചനഭാഗത്തെ സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നറിയപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം കൊണ്ടുവരുന്ന ഇതേ ദിവസം ദൈവത്തിൻ്റെ ഈ സുവിശേഷ ഭാഗ്യങ്ങൾ ദൈവം നമുക്ക് പറഞ്ഞു തരികയും നമ്മളുടെ ജീവിതത്തിൽ എപ്രകാരം മാറ്റം വരുത്തണമെന്ന്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ എന്തുമാത്രം ഉണ്ടാകണമെന്ന്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ എത്രമാത്രം ഉണ്ടാകണമെന്ന് നമ്മൾ തന്നെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നിടുമ്പോൾ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും, നമ്മൾ ദൈവത്തിനായിട്ട് വില കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് സ്നേഹത്തെക്കുറിച്ച്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ. കാരണം ദൈവ സ്നേഹം മറ്റെന്ത് വചനം പറയുന്നതിനേക്കാളും ഏറ്റവും ലളിതമായതും ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയാണ്. കാരണം ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത്, നമ്മളിവിടെ അൾത്താരയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ദൈവത്തിൻ്റെ ആ സ്നേഹം. നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി കാൽവരി കയറിയ നാഥൻ, നമ്മളോടുള്ള കരുതലിനെ പ്രതി സ്വന്തം ജീവൻ തന്നെ ഹോമിച്ച തമ്പുരാൻ നമ്മുടെ മുൻപിലായിരിക്കുകയാണ്. മക്കളെ, സ്നേഹിക്കൂ എന്ന് പറഞ്ഞു പരസ്പരം സ്നേഹിക്കുവാൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട്, സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തിന് വേണ്ടി മാത്രം കടന്നു വന്ന തമ്പുരാൻ, സ്നേഹമായി തീരുവാൻ കടന്നു വന്ന തമ്പുരാൻ, നമ്മിലേക്ക് സ്നേഹം ചൊരിയുവാൻ കടന്നു വന്ന തമ്പുരാൻ, ആ തമ്പുരാന്റെ മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. ആ ദൈവത്തെ ഒന്ന് സ്നേഹിച്ചു നോക്ക്. തമ്പുരാൻ നമ്മുടെ മടിയിലും കൊണ്ടു നിട്ടെന്നറിയും, നിറച്ചളന്ന് നമ്മുടെ കുടുംബത്തിലേക്കും തമ്പുരാൻ കടന്നു വരും. ഞാൻ പെട്ടെന്ന് ആലോചിക്കാം, ഞാൻ സെമിനാരിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, ടെൻഷൻ അടിക്കേണ്ട പിന്നെ, നീ നിന്റെ ഭവനത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന് ദൈവത്തിന് വേണ്ടി 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ ദൈവം നിന്റെ ഭവനത്തിലേക്ക് 4 സ്റ്റെപ്പ് വെച്ച് വരും. നമ്മൾ ദൈവത്തിന് വില കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലും വില കൽപ്പിക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ ആരോഗ്യം ചെലവഴിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ സമ്പാദ്യം ചെലവഴിക്കുമ്പോൾ തമ്പുരാൻ നിറച്ചളന്ന് തരും. എന്താണോ നമ്മൾ ചെലവഴിക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് സ്നേഹം. നേരത്തെ പറഞ്ഞല്ലോ, പലപ്പോഴും സ്നേഹം എന്നൊരു വാക്ക് അതിപ്പോൾ പല രീതിയിൽ അത് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ലേഖനത്തിൽ വായിച്ചു, സ്നേഹം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കും, എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. സ്നേഹത്തിൻ്റെ ആ പ്രാധാന്യം തമ്പുരാൻ എടുത്തു പറയുകയാണ്. സ്നേഹിക്കുവാൻ നമ്മളോട് പറയുകയാണ്. നമ്മൾ വചനമൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, പലതരത്തിലുള്ള കൽപ്പനകൾ നമ്മൾ പാലിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ പല കൽപ്പനകൾ, ദൈവകൽപ്പനകൾ 10 നമ്മളത് പാലിച്ച് നമ്മൾ ജീവിക്കുന്നവരാണ്. വീണ്ടും നമുക്ക് തിരുസഭയുടെ കൽപ്പനകൾ, നമ്മൾ കാറ്റീസൊക്കെ പഠിക്കുമ്പോൾ പലതരത്തിൽ അങ്ങനെ കൽപ്പനകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ കൽപ്പനകളൊക്കെ കൂടി ഏറ്റവും അവസാനം ദൈവത്തിന് മനസ്സിലായി, കുറേ ആയല്ലോ, അപ്പൊ ഇനി അതൊന്നും വേണ്ട, മക്കളൊന്ന് സന്തോഷത്തിലായിരിക്കുവാൻ. പൗലോസിലേക്ക് പറയുന്നവരെ വീണ്ടും സന്തോഷിക്കുകയും, ഞാൻ വീണ്ടും പറയുന്നു വീണ്ടും സന്തോഷിക്കുകയും, സന്തോഷിക്കാൻ വേണ്ടി മാത്രം പറയുന്ന തമ്പുരാന്റെ മക്കളാണ് നമ്മൾ. അപ്പൊ ദൈവത്തിന് തോന്നി ഇതൊക്കെ കൂടിയായ ഭയങ്കര ബുദ്ധിമുട്ടാണ്,
വേണ്ട, ഇത്രയൊന്നും വേണ്ട. 10 കൽപ്പനകളെ ദൈവം വെട്ടിച്ചുരുക്കി 5 അങ്ങനെ തിരുസഭയുടെ കൽപ്പനകളും ദൈവകൽപ്പനകളും ഒക്കെ കൂടി കൂട്ടി വീണ്ടും 2 കൽപ്പന മാത്രം. കുറച്ചുകൂടി കഴിഞ്ഞ് ദൈവത്തിന് തോന്നി അതും വേണ്ട, കാരണം പാവങ്ങളാ, കുറെ കഷ്ടപ്പെട്ട് വരുന്നവരാ, കുമ്പസാരമൊക്കെ എടുത്ത് വെച്ചു, ഇനി കുമ്പസാരിച്ചിട്ടൊന്ന് അങ്ങനെയെങ്കിലും ഒന്ന് ശരിയാവട്ടെ. അങ്ങനെ പറഞ്ഞ് വീണ്ടും ആ 2 കൽപ്പനകളും ദൈവം ചുരുക്കി. വേണ്ട, 1 മതി, ഒരൊറ്റ കൽപ്പന, സ്നേഹം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വചനഭാഗവുമില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വ്യാഖ്യാനവുമില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സൗഖ്യവുമില്ല. സ്നേഹം കടന്നു വരുമ്പോൾ സൗഖ്യം കടന്നു വരിക. രോഗികളായ ആളുകൾ നമ്മുടെ മുൻപിലായിരിക്കുക. ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സ്നേഹം കടന്നു വരുമ്പോൾ പിന്നെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം ദൈവം സ്നേഹമാണ്. ദൈവം തന്നെയാ കടന്നു വരുന്നത്, സ്നേഹമാണ് കടന്നു വരുന്നത്. ദൈവം ഇസ് ഈക്വൽ ടു സ്നേഹം. ദൈവം സ്നേഹമാണ്. ചെറുപ്പം തൊട്ട് നമ്മൾ പഠിച്ചു, കാറ്റീസത്തിലൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്, ദൈവം സ്നേഹമാണ്, പിതാവായ ദൈവം സ്നേഹമാണെന്ന് ദൈവം നമ്മളോട് വന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം സ്നേഹമാണെന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു. പക്ഷെ ജീവിതത്തിൽ നമ്മൾ പരിപരത്ത് യാഥാർത്ഥ്യങ്ങളൂടെ കടന്നുപോയപ്പോൾ നമുക്ക് മനസ്സിലായി, ശരിയാണ്, അന്ന് വെറുതെ വാചക കസർത്തായിട്ട് പഠിച്ചതൊക്കെ സത്യമാണ്. അനുഭവമായി നമ്മുടെ ജീവിതത്തിലേക്ക് സ്നേഹം കടന്നു വന്നപ്പോൾ, ദൈവത്തിന്റെ ആ കാരുണ്യം കടന്നു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, ശരിയാണ്, പറഞ്ഞതൊക്കെ ദൈവം സ്നേഹമാണ്. വളരെയധികം വിഷമിച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിൽ ഒരാൾ വന്ന് തൊടുമ്പോൾ, ദൈവം അയച്ചൊരു മാലാഖ വന്ന് തൊടുമ്പോൾ അത് സ്നേഹമാണ്. ദൈവം തൻ്റെ ദൂതരെ നമ്മിലേക്ക് പല രീതിയിൽ പല തരത്തിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളോട് കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഓർത്ത് നോക്കാം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് കരകവിഞ്ഞൊഴിഞ്ഞത്, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പലപ്പോഴും പല രീതിയിലാണ് ദൈവത്തിൻ്റെ സ്നേഹം കടന്നു വരുന്നത്. ചങ്ക് പൊട്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോടൊത്ത് പ്രാർത്ഥിക്കുക, ദൈവം നമ്മളോടൊത്ത് കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, നമ്മളൊക്കെ കണ്ടിട്ടുണ്ടോ? പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്നത്. ആ പടം കാണാത്തവര് ആരെങ്കിലും എൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താവും. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ഒരു ഇംഗ്ലീഷ് പടം. നമ്മളത് കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞത് കാരണം ഇത് കുരിശിന്റെ വഴിയുടെ സമയത്തൊക്കെ ആയിട്ട് പല പള്ളികളിൽ ഇടാറുണ്ട്. കുറച്ച് പേര് കൈവയ്ക്കും. ഓക്കെ, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈശോയുടെ ആ പീഡാനുഭവത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പടമാണ്. ഞാൻ വില്ലയുടെ ഇടവക്കാരനാണ്. അവിടെ ഞങ്ങൾ ധ്യാനത്തിൻ്റെ ഒക്കെ ഏറ്റവും അവസാനത്തിന്, ഈ നോമ്പ് കാലത്തെ ധ്യാനമൊക്കെ കഴിഞ്ഞ് ധ്യാനത്തിൻ്റെ ഏറ്റവും അവസാന സമയത്ത്, ദുഃഖവെള്ളിയുടെ സമയത്തൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ആ പടം ഇട്ടിട്ട്, കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ പടം അവിടെ ഞങ്ങളവിടെ ആ പടം ഇട്ടു. അച്ഛൻ പറഞ്ഞ അവിടെ അങ്ങനെ വലിയ സ്ക്രീനിൽ പടം വെച്ചു. എല്ലാവരും കുമ്പസാരിച്ച് ഒരുങ്ങി ഈശോയുടെ പീഡാനുഭവത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ ആ പീഡാനുഭവം അത് കൃത്യമായിട്ട് വിഷ്വലായിട്ട് വരികയാണ് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന പടത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മളത് കാണുമ്പോൾ, പലപ്പോഴും ഈശോയുടെ ആ പീഡാനുഭവം നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അന്ന് ആ പടം നമ്മൾ കണ്ടപ്പോൾ പടത്തിന്റെ കുറച്ച് ഭാഗം മാത്രം പലരും കണ്ടിട്ടുള്ളൂ. കാരണം അത്രയ്ക്ക് വേദനാജനകമാണ് ആ പടം. ദൈവം നമ്മുടെ മുൻപിൽ വന്ന് പീഡ സഹിക്കുന്ന ഒരു പടം. ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ കരഞ്ഞോണത് പോട്ടെ. അന്ന് ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലരും കിടന്ന് നിലവിളിക്കുന്നത് ഞാൻ കേട്ടു. കാരണം അത്രയ്ക്ക് കഠോര ആ പടം. ഈശോ നമ്മുടെ മുമ്പിൽ വന്ന് പീഡ സഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം സ്നേഹിക്കുന്ന ആ തമ്പുരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ മുൻപിലായിരിക്കുകയാണ്. മക്കളെ, സ്നേഹത്തിലേക്ക് കടന്നു വാ. ഇത്രയും ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച്, ഇത്രയും ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്നേഹം പകർന്നെന്ന് എന്താ എന്നിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുന്നത്? എന്താ ഞാൻ ഈ സക്രാരിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, എനിക്ക് ആ പടത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമുണ്ട്. ഭാഗം ഇത്രയേ ഉള്ളൂ. ഈശോ മരിക്കുന്നൊരു രംഗം. ഈശോ കരഞ്ഞ് വിഷമിച്ച് പിതാവിനോട് പറയുന്നുണ്ട്, പറ്റുമെങ്കിൽ ഈ കാസൊന്ന് മാറ്റിത്ത. പീഡകളുടെ ആ അത്യുഗ്ര സമയത്ത് ദൈവം പ്രാർത്ഥിക്കുക. പക്ഷെ അതിനൊന്നും ഉത്തരമില്ല. ഉത്തരം അതിൽ കാണിക്കുന്ന ഒരു രംഗമുണ്ട്. അത് ഈശോ മരിക്കുന്നതാണ്. ഈശോ മരിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്, ആകാശത്തുനിന്ന് അത്ര ദൂരെ നിന്ന്
ഒരു തുള്ളി വെള്ളം വരുന്നൊരു രംഗം. മുകളിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ വന്ന് ആ വെള്ളം താഴെ വന്ന് ചിതറുന്നൊരു രംഗം. ഒരു കണ്ണീർ തുള്ളി അത് മുകളിൽ നിന്ന് വരുന്നത്. അത് ആ പടത്തില് അത്ര പെർഫെക്റ്റ് ആയിട്ട് അവർ കാണിക്കുന്നുണ്ട്. കാരണം ദൈവം കരയുന്നതാ അവർ കാണിക്കുന്നത്. ദൈവം കരയുന്ന ഒരു രംഗം. തൻ്റെ മകനെ നമുക്ക് തന്ന് നമ്മൾ ആ തമ്പുരാനെ അടിച്ച് പറ്റാവുന്ന രീതിയിലൊക്കെ പീഡകൾ കൊടുത്ത് ഈശോയെ നമ്മൾ കുരിശില് നമ്മൾ നാട്ടി 3 ആണികൾ പിടഞ്ഞ് തൻ്റെ മകൻ മരിക്കുന്നത് കാണുമ്പോൾ പിതാവിനുണ്ടാകുന്ന ഒരു വിഷമം, പിതാവിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ വിഷമം അതാ നമ്മൾ കാണുന്നത് ആ പടത്തിൽ. പ്രിയപ്പെട്ടവര്, പലപ്പോഴും ചങ്ക് പൊട്ടി കരയുന്ന ഒരു സമയത്ത് ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞാൻ ഓർത്തു പോകുക, എൻ്റെ വൊക്കേഷൻ്റെ ഒരു സമയത്ത് പലപ്പോഴും ഞാൻ ലേറ്റായിട്ടാണ് സെമിനാരിലേക്ക് കടന്നു വന്നത്. സെമിനാരിലേക്ക് കടന്നു വരുന്ന സമയത്ത് പലരും എന്നോട് പറഞ്ഞു, വേണ്ട, ഈ മെനക്കെട്ട പണിക്കൊന്നും പോകണ്ട, നല്ല രീതിയിൽ സുഖമായിട്ട് ജീവിക്കാം. കാരണം ഒരു മാസമായിട്ട് ഞാൻ വർക്ക് ചെയ്യാം. അപ്പം അത് കാരണം സുഖമായിട്ട് അതോട് വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ പണിക്ക് ഇറങ്ങണ്ടെന്ന് പലരും പറഞ്ഞു. അപ്പം ഞാൻ എന്നാലും കുഴപ്പമില്ല, ഇറങ്ങാം. പക്ഷെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലരും നമ്മളോട് പറഞ്ഞപ്പോൾ എനിക്കൊരു ശങ്ക, എന്താണ് കയറിയ പണിയാവോ, എത്തുമോ, അറ്റത്തേക്ക് എത്തുമോ, അച്ഛനാവാൻ പറ്റുമോ അറിയില്ല. കാരണം അതൊരു ആഴത്തിലേക്കുള്ളൊരു എടുത്തുചാട്ട. ചാടിക്കഴിഞ്ഞ് പിന്നെ അവസാനം പാരച്ചൂട്ട് കിട്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടു, താഴെ വന്ന് കഴിഞ്ഞാൽ ഇടിച്ചു പൊളിയും. പ്രിയപ്പെട്ടവരെ, ചങ്ക പൊട്ടിയിട്ടാണെങ്കിലും ഇറങ്ങി തിരിച്ചു. എനിക്ക് അറിയണമായിരുന്നു ഞാൻ ഈ അച്ഛനാവാൻ പോയി പുറപ്പെടുമ്പോൾ അത് ശരിയാവോ ഇല്ലയോ എന്ന്. ഞാനൊരു അടയാളം ചോദിച്ചു, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒരു അച്ഛനാവാൻ വേണ്ടിയിട്ട് അതിന് ഒരു അടയാളം കിട്ടണം. അതിനു വേണ്ടി ഞാൻ ഒരു ധ്യാനത്തിന് പോകാൻ തീരുമാനിച്ചു. ഒന്ന് നന്നായി കളയാം, ഒന്ന് കുമ്പസാരിച്ച് ഒന്ന് സെറ്റ് ആവാമെന്ന് വിചാരിച്ചു. ഒരു കൗൺസിലിങ്ങിനൊക്കെ പോയി എല്ലാവരും ചിന്തിക്കുന്ന അതേ രീതിയിൽ ഞാനും ചിന്തിച്ചു. അങ്ങനെ പോട്ട ആശ്രമത്തിലേക്ക് പോയി. പോട്ടയിൽ പോയിട്ട് അവിടെ കുറേ നേരം പ്രാർത്ഥിച്ചു. ആ ധ്യാനത്തിന് എനിക്ക് ആകെ ഒരേ ഒരു ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു ഐഡിയ. എനിക്ക് അവിടെ നിന്ന് ഉത്തരം കിട്ടണം. ഞാനൊരു അച്ഛനാവണോ വേണ്ടയോ? അവർ യെസ് എന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛനാവും, നോ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോരും. അത്രേ ഉള്ളൂ. അവിടെ പല രോഗസൗഖ്യങ്ങളും ക്യാൻസറും അത് ഇതൊക്കെ മാറണതിൻ്റെ ഒക്കെ ഇങ്ങനെ പറയുമ്പോഴും എൻ്റെ ഉള്ളിലുള്ള ആകെ പ്രാർത്ഥന ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും പലതരത്തിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഇത്രയും അധികമുള്ള ആളുകൾ അവിടെ അന്ന് കൂടിയിരുന്നു. എൻ്റെ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ, കൗൺസിലിങ്ങിൽ ചെല്ലുമ്പോൾ പറയണം. കാരണം കൗൺസിലേഴ്സ് അങ്ങനെയാണല്ലോ, ഇങ്ങനെ ജാലവിദ്യ കാണിച്ച് കൃത്യമായിട്ട് പറയും, ഇതിങ്ങോട്ട് പൊക്കോ അങ്ങോട്ട് പൊക്കോ, ഇതുണ്ടാവുന്നുണ്ട് അതുണ്ടാവുന്നുണ്ട്. അപ്പം അതൊക്കെ ഞാനിങ്ങനെ പ്രതീക്ഷിച്ച് നമ്മളങ്ങനെ പോയിരിക്കുക. അവിടെ ചെന്ന് നന്നായി കുറേ പ്രാർത്ഥിച്ചു. ഏറ്റവും അവസാനം വരെ ഞാൻ കാത്തിരുന്നു. കാരണം അവസാനം ആവുമ്പോഴേക്കും കറക്റ്റായിട്ട് ദൈവം ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഏതെങ്കിലും നല്ലൊരു കൗൺസിലറിനെ കിട്ടണം. കുറേ ക്ലാസ്സുകളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ ഉള്ളിൽ നല്ല 2-3 കൗൺസിലേഴ്സിനെ ഞാൻ നോക്കി വെച്ചു. ഞാനിങ്ങനെ ആലോചിച്ച് പ്രാർത്ഥിച്ചിരുന്നു, അതിൽ ആരെങ്കിലും എനിക്ക് കിട്ടണം. അതുപോലെ അവർ പറയും വേണം, ചെന്നിട്ട് വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഈ കാര്യം പറയണം, അച്ഛനാവും, പിന്നെ കുഴപ്പമില്ല, നീ അച്ഛനാവും, അത് പറഞ്ഞാൽ മതി, സന്തോഷമായി, ആവരുതെന്ന് പറയരുത്. ഞാൻ അങ്ങനെ മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കില്ല. ഏറ്റവും അവസാനം എൻ്റെ നറുക്ക് വീണു. അങ്ങനെ ഞാനും ഈശോയുടെ മുമ്പിൽ അല്ലെങ്കിൽ അത്രയും പ്രാർത്ഥിച്ച് കടന്നു ചെന്നു ഒരു കൗൺസിലറിൻ്റെ അടുത്ത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു കൗൺസിലർ കിട്ടാനുള്ള ആഗ്രഹം കൊണ്ട് അവിടെ ഞാൻ ചെന്ന് അവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു ചേച്ചി ഇരിക്കുന്നു. ആ അത്രയും ദിവസം ധ്യാനം കഴിഞ്ഞ് ആ ഒരു 3-4 ദിവസത്തെ ധ്യാനമായിരുന്നു. ആ ധ്യാനത്തിൻ്റെ അവസാനത്തിലെത്തി. എന്നിട്ടാണ് ഈ കൗൺസിലറിനെ എനിക്ക് കിട്ടുന്നത്. ആ ചേച്ചീനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അവിടെ. ഇത് ആദ്യമായിട്ട് കാണുന്ന ചേച്ചി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ വെറുതെയായി കഴിഞ്ഞു, എല്ലാം ശൂന്യം. മറ്റേ അവസാനം പീഡാനുഭവത്തിൽ ഈശോയുടെ കല്ലറ അടച്ചു കഴിയുമ്പോൾ പറയും, മാതാവും അവരൊക്കെ പുറത്ത് നിന്ന് നോക്കുന്ന ഒരു രംഗമുണ്ട്. കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. ധ്യാനം ഇത്രയും 3-4 ദിവസം പ്രാർത്ഥിച്ചതും കുറേ കഷ്ടപ്പെട്ടതും ഇവിടെ നിന്ന് കണ്ണീരൊഴുകിയതും ഒക്കെ കഴിഞ്ഞു, എല്ലാം ശൂന്യം, ഒക്കെ അടച്ചു. അങ്ങനെ ഞാൻ ആ ചേച്ചിയുടെ മുമ്പിലായിരിക്കുക. ആ ചേച്ചി പല കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്നും ഞാൻ ചുവ കേൾക്കുന്നില്ല. കാരണം എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. ക്ലോക്കിൻ്റെ കാര്യം പറയുന്നുണ്ട്, വെള്ളത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാനൊക്കെ എന്നെ തലയാട്ടി, ശരിയാ, ക്ലോക്കിൻ്റെ കാര്യം ശരിയാ പറഞ്ഞത്, ഞങ്ങൾ വരുമ്പോൾ ക്ലോക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആളിങ്ങനെ പറഞ്ഞു, ഒക്കെ ശരിയാ. ഞാൻ ഓരോന്ന് ഞാൻ തലയാട്ടി. എല്ലാം കഴിഞ്ഞു, വീണ്ടും ശൂന്യം. കാരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇത് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ എഴുന്നേറ്റ് പോവുക. ചേച്ചി എല്ലാം കഴിഞ്ഞു, പോവാം, റെഡിയായി, പ്രാർത്ഥിച്ചു, ബൈബിളൊക്കെ തുറന്ന് അവസാനിപ്പിച്ചു. ഒക്കെ കഴിഞ്ഞ് ഞാൻ പോവാൻ നിൽക്കുക.
പോകാൻ നിൽക്കുന്ന നേരത്ത് ചേച്ചി വീണ്ടും ഇങ്ങനെ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? ചേച്ചി എന്നോട് പറഞ്ഞു, കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു, കഴിഞ്ഞു. ഏറ്റവും അവസാനത്തെ എര ഞാൻ തന്നെയാണ്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇനി പൊക്കോ, സമാധാനമായി. അപ്പം അത് പറഞ്ഞു, ഞാനും പറഞ്ഞു സമാധാനമായി, കഴിഞ്ഞു. അന്നേരത്തെ ആ ചേച്ചി പറയുക, പ്രിയപ്പെട്ടവരെ, എനിക്ക് ശരിക്കും ഇത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ആ സംഭവം ഇപ്പോഴും ഓർക്കുമ്പോഴും കണ്ണീന്ന് വെള്ളം വരിക. കാരണം ആ ചേച്ചി പറയുക, അച്ഛനാവും പഠിക്കുന്ന ഒരു സെമിനാരി കുട്ടി വരാന്ന് ഒരു വിഷൻ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, അത് ഇതുവരെ വന്നില്ല. അതാരാ? പ്രിയപ്പെട്ടവരെ, ചങ്ക് മുറിച്ച് കളയുന്ന ഒരു രംഗം, ചങ്കിൻ്റെ ഉള്ളിൽ കത്തി കയറ്റുന്ന ഒരു രംഗം. കാരണം ഇത്രയ്ക്ക് എന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ടോ? ഇത്രയ്ക്ക് എന്നെ ദൈവം പരിപാലിക്കുന്നുണ്ടോ? എൻ്റെ ഈ കുഞ്ഞ കാര്യത്തിന് തമ്പുരാൻ ഇത്ര വില കൊടുക്കുന്നുണ്ടോ? ഒരാഴ്ചത്തെ ധ്യാനത്തിന് മുഴുവൻ വന്നു കഴിഞ്ഞാലും അതിൽ ദൈവം ഇത്ര കൃത്യമായിട്ട് പറയുന്നുള്ളത് ഞാൻ അന്ന് എനിക്ക് മനസ്സിലായി. വെറും ജാലവിദ്യ ഒന്നല്ല കൗൺസിലിംഗ് എന്നുള്ളത് അന്ന് ഞാൻ ബോധ്യപ്പെട്ടെടുത്തു. ആ ചേച്ചി ചോദിക്കുക, ഒരു വൈദിക വിദ്യാർത്ഥി കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് വരുന്ന എനിക്കൊരു വിഷയം കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്നേഹം അത് സത്യമാണ്. സ്നേഹം അത് ദൈവമാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ആ ദൈവം നമ്മളോട് പറയുകയാണ്. പത്രോസിനോട് അന്ന് ചോദിച്ച അതേ ചോദ്യം, മോനെ, മോളെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ നിനക്ക് വേണ്ടി ചങ്ക് തുറന്ന് തന്ന അവസാനത്തുള്ളി രക്തം വരെ നിനക്ക് വേണ്ടി ഞാൻ തന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുക. നീ എന്നെ സ്നേഹിക്കുന്നോടോ? നീ എന്നെ സ്നേഹിക്കുന്നോടി? നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. ദൈവം നമ്മളോട് ചോദിക്കുക. ദൈവത്തിന്റെ ചോദ്യം അത് വ്യക്തിപര, പേഴ്സണലാണ്. ഇത്രയ്ക്ക് നിന്നെ അനുഗ്രഹിച്ചിട്ട് ദൈവം നമ്മളോട് ചോദിക്കുക, മകനെ, നീ എന്നെ സ്നേഹിക്കുന്നോടാ? നിനക്ക് വേണ്ടി ഞാൻ ചങ്ക് പൊട്ടി മരിക്കുക, കാൽവരിൽ അവസാനത്തുള്ളി രക്തം വരെ നിനക്ക് ഞാൻ തന്ന് ഞാൻ നിന്നെ സ്നേഹിച്ചതാ. നീ എന്നെ സ്നേഹിക്കുന്നോ? നമുക്ക് എന്ത് മറുപടിയാ കൊടുക്കാനുള്ളത്? മകളെ, നീ എന്നെ സ്നേഹിക്കുന്നോ? വീണ്ടും വീണ്ടും ദൈവം ചോദിക്കുക. നമ്മൾ എന്ത് മറുപടി കൊടുക്കും? പലപ്പോഴും ലോകത്തിന്റെ സുഖത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ലോകത്തിന്റെ സുഖത്തിന് വേണ്ടി നമ്മൾ നെട്ടോട്ട് ഓടുമ്പോൾ ദൈവം ഇരുന്ന് കരയും. താൻ ഇഷ്ടപ്പെട്ട തന്റെ മക്കള് തന്നിൽ നിന്ന് അകന്നു പോകുന്നത് കണ്ട്. പ്രിയപ്പെട്ടവര്, ആ സ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം നമ്മളെ സ്നേഹിച്ചതിന്റെ ഒരംശമെങ്കിലും തിരികെ ആ തമ്പുരാനെ സ്നേഹിക്കുക. തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.